ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2024 നേവി SSR ആൻഡ് MR എക്സാമിന്റെ സ്റ്റേജ് 2 എക്സാം എഴുതിയ എല്ലാ കുട്ടികളും മനസ്സിലൊരു ഡൗട്ടാണ്, എക്സ്പെക്ടഡ് കട്ട് ഓഫ് എത്രയായിരിക്കും, എന്നായിരിക്കും റിസൾട്ട് വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമേ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുകയാണ്, ഇതൊരു എക്സ്പെക്ടഡ് കട്ട് ഓഫ് ആണ് ഞാൻ പറയുന്നത്. അതായത് പ്രീവിയസ് ഇയറിലെ എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച്, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയറിൽ എത്രയാണോ കട്ട് ഓഫ് വന്നത് അതനുസരിച്ചിട്ടും ഇനി വരാൻ സാധ്യതയുള്ളത് അതനുസരിച്ചിട്ടും പിന്നെ എക്സാമിന്റെ ലെവൽ അനുസരിച്ചിട്ടുമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെയും പറയാണ്, എക്സ്പെക്ടഡ് കട്ട് ഓഫ് ആണ് കേട്ടോ. ചിലപ്പോൾ ഇതിൽ നിന്ന് അപ്പ് ആകാനോ ഡൗൺ ആകാനും സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും കൂടുതലായിട്ടൊന്നും ഉയരാനുള്ള ഒരു സാധ്യതയും ഇല്ല. ഇതിനിടയിൽ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നേവി SSR ആൻഡ് MRന്റെ 02/2024 സ്റ്റേജ് 2 അറ്റൻഡ് ചെയ്തിട്ട്, അതായത് സ്റ്റേജ് 2 അറ്റൻഡ് ചെയ്ത് മെഡിക്കലും അറ്റൻഡ് ചെയ്ത് റിട്ടേൺ എക്സാമും അറ്റൻഡ് ചെയ്ത് കുട്ടികൾക്ക് എത്രയായിരിക്കും ആ ഒരു കട്ട് ഓഫ് വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് 2024 ഈ ഒരു നോട്ടിഫിക്കേഷന്റെ സ്റ്റാർട്ടിംഗ് മുതൽ ആ ഒരു പ്രൊസീജിയർ ഒന്ന് നോക്കാം. 2024 അതായത് നേവി SSR ആൻഡ് MR 02/2024 നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആയിരുന്നു വന്നിരുന്നത്. അത് മുഖേനയാണ് കുട്ടികൾ ഈ തവണ, അതായത് 2024 നവംബറിൽ ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നത്. ആർക്കൊക്കെയാണോ സെലക്ഷൻ കിട്ടുന്നത്, അതായത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരുന്നത്, അവരെല്ലാവരും നവംബറിൽ INS ചിൽക്കയിൽ എന്നാണ് ട്രെയിനിങ്ങിന് പോകുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് എപ്പോഴായിരുന്നു? 13 മെയ് 2024 വന്നത്. എക്സാം ഡേറ്റ് 9th ജൂലൈക്കായിരുന്നു. സ്റ്റേജ് 1 എക്സാം റിസൾട്ട് വന്നത് 9th ആഗസ്റ്റിനായിരുന്നു. സ്റ്റേജ് 2 ഫിസിക്കൽ ആൻഡ് എക്സാം ഡേറ്റ് സ്റ്റാർട്ട് ആയത് 27th ആഗസ്റ്റിനായിരുന്നു. ഇതിനുശേഷം ആ ഒരു ഫിസിക്കൽ അറ്റൻഡ് ചെയ്തു, പിന്നെ മെഡിക്കൽ അറ്റൻഡ് ചെയ്തു, അതേപോലെ തന്നെ റിട്ടേൺ എക്സാമും അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് ഇനി എത്രയായിരിക്കും കട്ട് ഓഫ് വരാനുള്ള സാധ്യത, അല്ലെ? അത് എല്ലാ കുട്ടികളും മനസ്സിലുള്ള ഡൗട്ടാണ്. നേവി SSRന്റെ കട്ട് ഓഫ് നമുക്കൊന്ന് നോക്കാം. 02/2024 ഇത് ബോയ്സിന്റെ സ്റ്റേജ് 1 കട്ട് ഓഫ് ആണ് ഞാൻ പറയുന്നത്. 19.5 മാർക്ക് നേവി SSRന്റെ ആണ്. ഗേൾസിന്റെ സ്റ്റേജ് 1 കട്ട് ഓഫ് 15 ആയിരുന്നു. ഇനി നമുക്ക് നേവി MRന്റെ കട്ട് ഓഫ് നമുക്ക് നോക്കാം. 02/2024 ബോയ്സിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 20.75 മാർക്കായിരുന്നു. ഗേൾസിന്റെ സ്റ്റേജ് 1 കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 17.5 മാർക്കായിരുന്നു. ഇത്രയുമായിരുന്നു നേവി SSRന്റെ MRന്റെയും സ്റ്റേജ് 1 കട്ട് ഓഫ്. ഇനി സ്റ്റേജ് 2 കട്ട് ഓഫ് എത്രയാണ് വരാൻ പോകുന്നത് എന്നല്ലേ നിങ്ങളുടെ ഡൗട്ട്. അപ്പോൾ നമുക്ക് നോക്കാം നേവി SSRന്റെ കട്ട് ഓഫ് എത്രയായിരിക്കും വരാൻ പോകുന്നതെന്ന്. നേവി SSRന്റെ കട്ട് ഓഫ് വരാൻ പോകുന്നത് അറൗണ്ട്ലി 37 to 41 മാർക്കിന് ഇടയിലായിരിക്കും എന്തായാലും വരാൻ പോകുന്നത്. കഴിഞ്ഞ തവണയും വന്നിരുന്ന കട്ട് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ തന്നെയായിരുന്നു. ഇനി നേവി MRന്റെ കട്ട് ഓഫ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നേവി MRന്റെ എക്സ്പെക്ടഡ് കട്ട് ഓഫ് വരാൻ പോകുന്നത് 32നും 36 മാർക്കിനും ഇടയിലായിരിക്കും വരാൻ പോകുന്നത്. ഇതും എക്സ്പെക്ടഡ് കട്ട് ഓഫ് ആണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലും അതിന്റെ മുൻ വർഷങ്ങളിലും ഒക്കെ ഇതിനിടയിലായിരുന്നു എന്താണ് ഈ ഒരു സ്റ്റേജ് 2 ഒരു കട്ട് ഓഫ് റേഞ്ച് വന്നിരുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റേജ് എല്ലാം കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഏതെങ്കിലും പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഫോർ എക്സാമ്പിൾ SSGD വന്നിട്ടുണ്ട്, അതിന് നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇവൻ നിങ്ങൾക്ക് ഹൈറ്റും വെയിറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും എല്ലാം വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ ഇപ്പോൾ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നേവിയുടെ മെഡിക്കൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ഇതിന്റെ റിസൾട്ട് വരുന്നിടം വരെ, അതായത് ഇതിന്റെ റിസൾട്ട് കിട്ടുമെന്നും പറയും നിങ്ങൾ അങ്ങനെ എന്താണ് പ്രതീക്ഷിച്ചങ്ങ് ഇരിക്കരുത്. മനസ്സിലായ? വരുന്നെങ്കിൽ വരട്ടെ, ഗുഡ്. ഇല്ലാന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ കയ്യിൽ അഡ്മിറ്റ് കാർഡ് കിട്ടുന്നിടം വരെ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേര് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരുന്നിടം വരെ, ഇനി അങ്ങോട്ട് ഏതൊക്കെയാണോ നോട്ടിഫിക്കേഷൻ വരുന്നത് അതിനെല്ലാവരും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിനെല്ലാത്തിനും നിങ്ങൾ അപ്ലൈ ചെയ്യുക. എല്ലാത്തിനും നിങ്ങൾ പ്രിപ്പറേഷൻ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. ഐ ഹോപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അണ്ടർ ഡിഫൻസ് അക്കാഡമിയിൽ ഇപ്പോൾ നടക്കുന്ന കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. SSGയുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, RPFന്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, കോൺസ്റ്റബിൾ ഫയർമാൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.